ഈ ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് ഫുള്ളായിട്ട് നമുക്ക് പ്രസവിക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും? ആക്ച്വലി നമ്മൾ ഡോക്ടേഴ്സ് പ്രാക്ടിക്കലി പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു റിയാലിറ്റിയാണിത്. ഒരു ഫുൾ മീലൊക്കെ കഴിച്ചിട്ട് ലേബർ പെയിൻ ആയിട്ട് ആശുപത്രിയിലോട്ട് വരുവാണെങ്കിൽ ആ ലേഡിക്ക് ഡ്യൂറിങ് ലേബർ പല പല പ്രശ്നങ്ങളുണ്ടാകും. ലേബർ പെയിൻ ജെനുവിൻലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതുമൂലം ഈ ഡൈജസ്റ്റീവ് പ്രോസസ്സ് ഇച്ചിരി ക്രാഷലാവും. അപ്പം നമുക്ക് ആ ഒരു പ്രോസസ് ഓഫ് ഡൈജഷൻ ഇച്ചിരി അൺഈസി ആവും. പിന്നെ വയറ് ഓൾറെഡി പ്രഗ്നൻസി സ്റ്റേജിലാണ്, ലേബർ പെയിൻസ് തുടങ്ങുവാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫുൾ സ്റ്റൊമക്ക് കൂടെ ആകുമ്പോൾ എ ലോട്ട് ഓഫ് അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് വിൽ ക്രിയേറ്റ്. അതും പുള്ളിക്കാരുടെ ആ ലേബർ പ്രോസസ്സിനെ ഒരു ഇച്ചിരി ഹോണ്ടിങ് ആയിട്ട് അനുഭവിക്കും. ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫുൾ മീൽ എടുക്കുമ്പോഴത്തേന് ആസ്പിറേഷൻ. അപ്പം ചിലപ്പോൾ നമുക്കൊരു വൊമിറ്റിംഗ് സെൻസേഷൻ വരാം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു എമർജൻസി വന്നു, ഒരു സിസേറിയനിലോട്ട് പോകേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിലുള്ള ഫ്ലൂയിഡ് നമ്മൾ തിരിച്ച് റീഗജറ്റേറ്റ് ചെയ്ത് ലങ്സിലോട്ടൊക്കെ പോയി ആസ്പിറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. അതുകൊണ്ട് നമുക്കൊരു ജെനുവിൻ ലേബർ പെയിൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ നമ്മളൊരു മിതമായിട്ടൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ക്ലിയർ സൂപ്സ്, വെള്ളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. കരിക്കും വെള്ളം, എനർജി കിട്ടുന്നുണ്ട്, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ജങ്ക് ഫുഡ്, പപ്സ്, പൊറോട്ട, അങ്ങനെ പെട്ടെന്ന് ദഹിക്കാൻ പറ്റാത്ത ഫുഡും കാര്യങ്ങളും ഒക്കെ പരമാവധി ഈ സമയത്ത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്.